ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യത്തിൽ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതാ, എന്നിട്ടിത് സോഷ്യൽ മീഡിയയിലേക്ക് നേരിട്ട് വിടണം. അവിടെ ഇപ്പോ നെഗറ്റീവുകളൊക്കെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അനിയത്തിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്നെ കുറിച്ച് ചിലപ്പോ അവിടെ വാഴ്ത്തിപ്പാടലുകളൊക്കെ ആരംഭിക്കും. എന്താ യശോദേ? ഒന്നുമില്ല അമ്മേ, ഞാൻ ഇയാളെ വിളിച്ചുണർത്തിയതാ. നമ്മളിൽ ആരൊക്കെ എത്രയൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ആദ്യം ദൈവം വിളിക്കുന്നവർ ഭാഗ്യവാന്മാരാ, അത്രയേ ഉള്ളൂ. നാളെ നമുക്ക് പ്രിയങ്കയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. എല്ലാ ചടങ്ങുകളും ചെയ്ത് ചിതാഭസ്മം ഒഴുക്കണം. എടാ, അത് നമുക്ക് പതുക്കെ ചെയ്യാം, നിനക്കൊന്ന് സുഖമായിട്ട്. ഇനിയൊരു സുഖമോ അതൊന്നും ഉണ്ടാവില്ല അമ്മേ. യാത്ര തുടങ്ങിക്കഴിഞ്ഞു, അതിനുള്ള സൂചനകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അവൾക്കുള്ള കർമ്മങ്ങളും കൂടി ചെയ്തിട്ട് ദൈവത്തിൽ അങ്ങ് ലയിക്കാം. അതേ ഇനി ബാക്കിയുള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മരിക്കാനൊരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാവാം. തോറ്റത് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേടാ. യശോദേ, ബലികർമ്മങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം. ഞാനവിടെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളെ വിളിക്കാം. ദേവേട്ട, 1-2 ദിവസം കഴിഞ്ഞ് ഒന്ന് മനസ്സ് തണുത്തിട്ട് പോരെ. എനിക്കെന്റെ മോളുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കണം. അതുകൂടി ചെയ്യാതെ ഈ ലോകത്തുനിന്ന് പോയ മഹാപാപികൾക്കുള്ള ശിക്ഷ എന്നെ കാത്തിരിക്കും. വയ്യ യശോദേ, നാളെ രാവിലെ ഇറങ്ങിയേ പറ്റൂ. അക്കാര്യത്തിൽ ഇനി ഒരു മാറ്റമില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചന്ദ്രശേഖരൻ. ഇരിക്കൂ. എന്തൊക്കെയാണ് സർ വിശേഷങ്ങൾ? അവസാനം നമ്മൾ കണ്ടത് മൂന്നാറിൽ വെച്ചാണോ? യെസ്, പ്രോപ്പർ മൂന്നാറല്ല, കാന്തല്ലൂർ. യെസ്. കാന്തല്ലൂരിലെ ഓറഞ്ച് തോട്ടങ്ങളിലൊന്ന് അഡ്വക്കേറ്റ് ജയന്തൻ സ്വന്തമാക്കിയ ദിവസം അല്ലേ? തോട്ടം എന്റെ അല്ല, ഭാര്യയുടെ അച്ഛൻ്റെതാ. ബുദ്ധിമാനായ ഒരു അഡ്വക്കേറ്റ് സ്വന്തം പേരിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങില്ലല്ലോ. അമ്മായി അച്ഛൻ, ഭാര്യ സഹോദരൻ, അങ്ങനെ മാർഗങ്ങൾ ഒരുപാടുണ്ടല്ലോ. ജീവിച്ചു പോണ്ടേ സാർ. അല്ല, ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം എന്തായി? ഡീറ്റെയിൽസ് എന്തെങ്കിലും എടുത്തിരുന്നോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആളെ വിട്ടിരുന്നു. വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കണിമംഗലം പരമേശ്വരൻ മോനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഏറ്റവും കൂടിയ വക്കീലിനെ ഏർപ്പാടാക്കാനാ പറഞ്ഞത്. പകരം ഞാൻ തെരഞ്ഞെടുത്തത് തന്നെയും. കാരണം ഈ കേസിൽ വരുണിന് ജാമ്യം കിട്ടാൻ പാടില്ല. പ്രിയങ്കയുടെ മരണം കൊലപാതകമാണെന്നും ആ കൊലപാതകത്തിന് ഉത്തരവാദികൾ വരുൺ, രാധിക, സൂര്യ എന്നിവരാണെന്നും പ്രോസിക്യൂഷൻ തെളിയിക്കാൻ നിൽക്കുമ്പോൾ മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ്, അതാണ് എന്റെ ആവശ്യം. അതിനാണ് ഞാൻ തന്നെ തെരഞ്ഞെടുത്തത്. സംഗതി അല്പം വിചിത്രമാ. ഏട്ടന്റെ മകനെ പൂട്ടുന്ന ചന്ദ്രശേഖരന്റെ തന്ത്രം എന്താണെന്ന് എനിക്ക് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കണിമംഗലം മൊത്തത്തിൽ ഇങ്ങ് പോരും അല്ലേ? കുറെ കാലമായുള്ള ആശയാണ് വക്കീലെ കണിമംഗലത്തെ നിയന്ത്രണം. അതിന് അരങ്ങൊരുങ്ങി കിട്ടിയത് ഇപ്പോഴാ. പക്ഷെ സൂക്ഷിക്കണം, കോടതിയിൽ സ്വാഭാവികമായി തോറ്റുവെന്ന് വേണം ആർക്കും തോന്നാൻ. അവിടെയാണ് തന്റെ വിജയം. പേടിക്കണ്ട സാറേ, നിങ്ങളൊരു പ്ലാൻ വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി തരുന്ന ജോലി ഞാൻ ഏറ്റു. ഞാനത് ഭംഗിയായി ചെയ്തു തരും. ഓക്കെ, ഞാൻ CA ഒന്ന് വിളിക്കട്ടെ. ഇവിടെ എത്തിയിട്ട് വിളിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു.
ഹലോ. ആ, ഞാനിപ്പോ അഡ്വക്കേറ്റ് ജയന്തന്റെ ഓഫീസിലുണ്ട്. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഓക്കെയാണ്. CI സാർ എഴുതി ചേർത്തിരിക്കുന്ന ഒരു വകുപ്പും പരാജയപ്പെടില്ല. കാരണം അഡ്വക്കേറ്റ് ജയന്തൻ കോടതിയിൽ ഹാജരാവുന്നതേ നിങ്ങളുടെ ഭാഗത്തെ എതിർക്കാനല്ല. ചന്ദ്രശേഖരൻ, മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നോക്കാൻ അഡ്വക്കറ്റിനോട് പറയണം. എല്ലാം ഓക്കെയാണ് സർ. ഇനി സാർ അവരെ കോടതിയിൽ എത്തിച്ചാൽ മാത്രം മതി. ഓക്കെ. ഓക്കെ, ഞാൻ വിളിക്കാം. CA ആയിട്ടൊന്ന് കണക്ട് ആവാൻ ലേറ്റായി. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അയാൾ നമ്മുടെ ആളാ. എങ്കിൽ സാർ എഴുതി വെച്ചോ, വരുണൻ രാധികയും നാളെ സബ് ജയിലിൽ എത്തിയിരിക്കും. വിചാരണ കഴിയുന്ന ദിവസം സെൻട്രൽ ജയിൽ. ഓക്കെ ഓക്കെ, ശരി സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. രണ്ടുപേരുടെയും ഇവിടത്തെ വാസം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കോടതി തീരുമാനിക്കും. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം രണ്ടുപേരുടെയും പോലീസ് സ്റ്റേഷനിലെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തില് ചുമത്തേണ്ട വകുപ്പുകളൊക്കെ കൃത്യമായിട്ടും ഞാൻ ചുമത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും എത്ര കൊമ്പത്ത വക്കീൽ വന്ന് വാദിച്ചാലും നീയൊന്നും പുറത്തിറങ്ങില്ല. പിന്നെ നിന്റെ കാര്യം, ചിലപ്പോ ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ എന്തെങ്കിലും ഒരു ഇളവ് നിനക്ക് കിട്ടിയേക്കും. വേണ്ട സർ, വരുണ് കിട്ടാത്ത ഒരിളവും എനിക്കും വേണ്ട. വരുണ് എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇനി എനിക്ക് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. ഓ ഓ, അത് സാറിന്റെ മുൻപിലായാലും ശരി, കോടതിയുടെ മുൻപിലായിരുന്നാലും ശരി, നെഞ്ചിൽ തൊട്ട് ഞാനത് പറയും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷ വിധിച്ച ഞങ്ങൾ ഒരുപോലെ അത് അനുഭവിക്കും. സത്യത്തിൽ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതാ. എന്നിട്ടിത് സോഷ്യൽ മീഡിയയിലേക്ക് നേരിട്ട് വിടണം. അവിടെ ഇപ്പോ നെഗറ്റീവുകളൊക്കെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അനിയത്തിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്നെ കുറിച്ച് ചിലപ്പോ അവിടെ വാഴ്ത്തിപ്പാടലുകളൊക്കെ ആരംഭിക്കും. കളിയാക്കണ്ട സാറേ, ആര് കളിയാക്കലില്ലെങ്കിലും ഇതെന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. ഓ, അക്കാര്യം ഈ ലോകത്ത് ആർക്കും നിഷേധിക്കാനാവില്ല.